ഇനി അനീറ്റ ഇപ്പോൾ ചൈനയിലേക്ക് പഠിക്കാൻ പോവാണ്. ഇതുപോലെ തന്നെ പുതുതായിട്ട് +2 കഴിഞ്ഞ സ്റ്റുഡൻസോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസോ ഒക്കെ ചൈനയിലേക്ക് ഇതേപോലെ ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാമിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഓക്കെ, അപ്പം +2 കഴിഞ്ഞ സ്റ്റുഡൻസിനോടാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നന്നായി സ്കോർ ചെയ്യാൻ നോക്കുക. നമുക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല യൂണിവേഴ്സിറ്റീസിൽ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നതായിരിക്കും. അത്യാവശ്യം ഒരു 80-86% ഒക്കെ ആണെങ്കിൽ നല്ല സ്കോറിംഗ് ആയിരിക്കും വരിക. കൂടാതെ എന്തെങ്കിലും നമുക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, നമ്മുടെ കോ കരിക്കുലർ ആക്ടിവിറ്റീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടെ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അത് ചൈനീസ് ലാംഗ്വേജ് തന്നെ ആകണമെന്നില്ല, ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ സർട്ടിഫിക്കേഷൻ ആയാലും. കൂടാതെ എന്തെങ്കിലുമൊക്കെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് എയിം ചെയ്യാൻ നോക്കുക. ഇപ്പം ഒരു യൂണിവേഴ്സിറ്റി കഴിഞ്ഞ +2 ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ നന്നായി സ്കോർ ചെയ്യാൻ എല്ലായിടത്തും നന്നായി സ്കോറിംഗ് ആണ് ഏറ്റവും നല്ലത്, ഇമ്പോർട്ടൻറ്റ്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും വളരെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. ഈ രണ്ടും തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ നല്ല യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് അഡ്മിറ്റഡ് ആകാൻ സാധിക്കും.